മറിയ ഹലോ 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 എന്തുണ്ടാക്കാൻ പോണേ മീൻകറി ഫിഷ് 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 കറി കറി ഇവിടെ ഇരിക്കുവോ ഇരിക്കുന്നില്ല നമ്മൾ എന്ത് ചെയ്യാതിരിക്കാതെ ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ എന്നും ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ ഉള്ളതിൻ്റെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കാതെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ അത് കമൻറ്റ് ഇടുകൊണ്ടേ. കാരണം എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുകൊണ്ടേ. പിന്നെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഉച്ച സമയം കേട്ടോ, ഞാൻ മീൻകറി വെക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. പിന്നെ വലിയ റെസിപ്പി ഒന്നുമല്ല, ചെറുതായിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എനിക്കൊരു മോളുണ്ട് കേട്ടോ. മോൾ എവിടെ ഇരിക്കില്ലേ, മോൾ ഇങ്ങനെ എൻ്റെ കയ്യിലിരുന്നിട്ടാണ് അവൾ എല്ലാ പണിയും ഞാൻ ചെയ്യണം. അവൾ എൻ്റെ കയ്യിലായിരിക്കുള്ളൂ. ആരും ഇല്ലെങ്കിൽ കേട്ടോ, വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും പോകും. അപ്പം നമുക്ക് മീൻകറിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. നമുക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി വേണം കേട്ടോ. അതൊന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനെ സ്കൂൾക്ക് പറഞ്ഞയച്ചു. പിന്നെ അങ്ങനെ ഓരോ പണിയിലായി. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. പിന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ അമ്മ കേട്ടോ ബാക്കിലിരിക്കണം. അമ്മമ്മക്ക് വെയ്യെന്നാലും ഇങ്ങനെ എല്ലാ പണിയെടുത്ത് ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ഇത്ര ചൂടാവൊന്നും വേണ്ട ചട്ടി. ഞാൻ എൻ്റെ മോളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കൊണ്ട് ചട്ടി നല്ല ചൂടായി. അപ്പോൾ ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ കടുകും ഉലുവയും കൂടി ഇടാൻ ഞാൻ അങ്ങനെ ഇടാറുണ്ട്. പക്ഷെ ഇപ്പോൾ കടുകില്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. അപ്പോൾ ചട്ടി ഇങ്ങനെയൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ വല്ലാതെ ഇട്ട് വഴറ്റരുത്, കാരണം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം ചെറുതായതുകൊണ്ടാട്ടെ രണ്ടെണ്ണം എടുത്ത്, വലുതാണെങ്കിൽ ഒരു തക്കാളി മതി. പിന്നെ എൻ്റെ അടുത്ത് പുളിയും കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി അധികം തക്കാളി എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളകും 2 തക്കാളിയും കയറിയിട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണ വരെ നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ മുളണ്ടില്ലേ, അതൊക്കെ തട്ടി മറിച്ചിട്ടിട്ട് ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ പണിയെടുക്കുന്നത്. ഞാൻ എവിടെ പണിയെടുക്കുക അതിന് എൻ്റെ കാലിലോട്ടിൽ വന്നിട്ടേ ഇരിക്കുള്ളൂ. എന്നിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ തട്ടി മറിച്ചിട്ടിട്ട് എല്ലാം ഇരട്ടി പണിയാക്കി തരും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ പണി ഒരുപാട് ലാഗാവും കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ച ടൈമിൽ പണി ചെയ്യൽ നടക്കില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാനും ഉണ്ടാവും. അതിങ്ങനെ ആലോചിക്കണം, അങ്ങനെ അതൊക്കെയല്ലേ ലൈഫ്. കാരണം നമ്മളിങ്ങനെ പണി മാത്രമായിട്ട് നടന്നാൽ പോരല്ലോ, നമുക്ക് കുറേ ആലോചനയൊക്കെ വരും, ഒക്കെ സ്വാഭാവികമല്ലേ. പിന്നെ മക്കളെ കണ്ടുമ്പോൾ പറയണ്ടല്ലോ, നമുക്ക് ആകെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ കറിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചധികം തേങ്ങ കേട്ടോ. തേങ്ങയ്ക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവെടുത്തിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞെടുക്കണം കേട്ടോ. നല്ല അരച്ചിട്ട് അതിലേക്ക് മിക്സാക്കുക. കുറച്ചും കൂടി പിന്നെ പുളി ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ കുറച്ച് പുളി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് എടുത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അത് സോക്കായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞിട്ട്, പുളി നന്നായിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം എടുത്തോണ്ടേ നന്നായിട്ട് പിഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിയൊക്കെ അതിൽ ചാട്ടോ, അതൊന്നും വിഷയമാക്കുന്നുണ്ടാവും, അതൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ എൻ്റെ മോൾ കരച്ചിൽ തുടങ്ങി കേട്ടോ. നിൽക്കാത്ത കരച്ചിലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മമ്മ അത്ര വെയ്യെങ്കിലും അമ്മക്ക് വെയ്യ കേട്ടോ, എന്നാലും അമ്മ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ഐറ്റം ഇടണ്ടേ കറിക്ക്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ മത്തിയാണ് കേട്ടോ. നാട്ടിൽ മത്തി എന്ന് പറയും. അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ മത്തി വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ മത്തി കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിട്ടു. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും തിളപ്പിക്കരുത്. എൻ്റെ മോൾ നല്ല കരച്ചിൽ തുടങ്ങിയിട്ട് അവൾക്ക് വിശക്കും ചെയ്തിക്കണം. അപ്പോൾ ഞാൻ ഈ കറിയായിട്ട് വേണം അവൾക്ക് കഞ്ഞി കൊടുക്കാമെന്ന് വെച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അതിന് സമ്മതിക്കണ്ടേ. അപ്പോൾ എനിക്കും ദേഷ്യം എന്ന് പറഞ്ഞിട്ടോ, കാരണം ഇവളൊന്നിനും സമ്മതിക്കില്ല. പിന്നെ എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അവളെ കൂടെ ആരും കളിക്കാനുമില്ലല്ലോ. അപ്പോൾ അവൾക്ക് വേറെ ദേഷ്യം വരും. അവളെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം നമ്മൾ. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഉള്ളി നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചിടണം കേട്ടോ. അതിൻ്റെ മുന്നേ മോൾക്ക് നല്ല വിശന്നുകൊണ്ട് ഞാൻ കഞ്ഞി അടിക്കാൻ പോയതാണ്. അപ്പോൾ അവൾക്ക് നല്ല വിശന്ന് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യുക, ഉള്ളി മൂപ്പിച്ചിട്ട്
തൂമിച്ചിട്ട് നമ്മൾ കറിയിൽ കൊഴിക്കട്ടെ. അത്ര ഉള്ള കറി സെറ്റായി. ഞാൻ എൻ്റെ മോൾക്ക് ഫുഡ് കൊടുക്കട്ടെ. എത്ര ഉള്ളൂ കേട്ടോ, കറി സിമ്പിളാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സിമ്പിളാണ്, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ അത് എത്ര ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.